വെൽക്കം ബൈ കൂട്ടുകാരെ. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ദാബ സ്റ്റൈൽ പനീർ മസാല. നല്ല തിക് ഗ്രേവിയിൽ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ പനീറിന് വേണ്ടിയുള്ള റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ കുറച്ച് സവാള ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനായി 3 വലിയ സവാള എടുത്തിട്ടുമുണ്ട്. സവാളയുടെ വേര് പോലുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കാം. അതിനായിട്ട് 3-4 വലിയ തക്കാളി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കനം കുറച്ച് സവാള അരിഞ്ഞ പോലെ അരിഞ്ഞെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അടുത്തതായി 1 കപ്പ് അല്ലെങ്കിൽ 250 ml ഒട്ടും പുളിയില്ലാത്ത തൈരിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇനി പനീർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉപ്പോ മസാലയോ ഒന്നും ചേർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പനീർ മസാല തയ്യാറാക്കി എടുക്കാം. ഒരു ചീനിച്ചട്ടിയിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും അത്രയും തന്നെ വെളിച്ചെണ്ണയും എടുക്കാം. ചൂടാകുമ്പോൾ ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ തക്കാളി ചേർത്ത് ഉടയുന്ന പരുവത്തിന് ആക്കുക. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി തൈരിന്റെ മിക്സും ഒപ്പം ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ചു വെച്ച് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം, അതുവരെ വേവിച്ചെടുക്കാം. എന്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പൊ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത പനീർ കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ശേഷം 5 മിനിറ്റ് കൂടി മൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 5 പച്ചമുളകും 3 ടീസ്പൂൺ കസൂരി മേത്തിയും ചേർത്ത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചപ്പാത്തി, പൊറോട്ട, കുൽച്ച എന്നിവയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പൊ see you with next video. Bye from Achu.